ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ ഗോപി ഇന്നലെ എടുത്തു തന്ന പച്ചക്കറികള് ഒരു വെണ്ടയ്ക്ക് പോലും നല്ലതില്ല. അതെ, ഇതിൽ അമ്മ ഒരു പപ്പായ വാങ്ങിച്ചോണ്ട് വന്നില്ലായിരുന്നോ, മോര് കാച്ചണോന്നും പറഞ്ഞോണ്ട്? അതെന്തിയേ ഇതിൽ കാണുന്നില്ലല്ലോ? അമ്മേ, അത് വലിയേച്ചി എടുത്തിരിക്കുക. ഈ പച്ച പപ്പായ അവക്ക് എന്തിനാ? അത് പഴുത്ത് തിന്നാ പിന്നെയുണ്ട്. അയ്യോ, ഈ അമ്മയ്ക്കൊന്നും അറിയില്ലേ. അമ്മേ, പച്ച പപ്പായ തിന്നാ വലിയേച്ചി ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നു ആരൊക്കെയോ പറഞ്ഞ് വലിയേച്ചിയെ ധരിപ്പിച്ചിരിക്കുക. വല്യേച്ചിയുടെ ആഗ്രഹോ? പപ്പായ തിന്നോണ്ടുള്ള എന്താഗ്രഹം അവക്ക് നടത്താനുള്ളത്? അമ്മേ, ഓരോരുത്തര് പറയുന്നത് കേട്ട് കാണിക്കുന്നതാ. ഇത് കഴിച്ച വയറ്റിലുള്ളത് അലസി പോകുന്ന ആ നാണയേട്ടത്തിയാ പറഞ്ഞു കൊടുത്തേ. വല്ലവരൊക്കെ പറയുന്ന കേട്ട് ഇവളെന്തിനിങ്ങനെ കാണിക്കാൻ പോകുന്നേ? പഴയ ആൾക്കാരെ പലതും പറയും, അതിനൊത്ത് തുള്ളാൻ നിന്നാലേ അതിനെ സമയം കാണും. അല്ലെങ്കിൽ തന്നെ ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? എനിക്കറിയില്ല, അമ്മ എന്നെ നേരിട്ട് പോയി ചോദിക്കേ. അവിടെ ഏതായാലും പപ്പായ അരിഞ്ഞോണ്ടിരിപ്പുണ്ട്. ഇത് കഴിക്കുമ്പോ അകത്ത് കിടക്കുന്ന കുഞ്ഞ് ഇല്ലാണ്ടാവുന്ന വലിയേച്ചി കരുതിയിരിക്കുന്നെ. ഇവളിത് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ? എവിടെ അവള്? എന്താടി നീ കാണിക്കുന്നേ? നീ എന്തിനാ ഈ പച്ചപ്പപ്പായ അരിയുന്നേ? അരിയുന്ന എന്തിനാ? കഴിക്കാനായിട്ടാ. നിന്നോട് ആരാ പറഞ്ഞേ ഇത് കഴിച്ച വയറ്റിനകത്ത് കിടക്കുന്ന കൊച്ചു ചാവൂന്ന്? എനിക്ക് ഈ കൊച്ചിനെ വേണ്ട. അതുകൊണ്ട് ഇത് ജനിക്കാതിരിക്കാനുള്ള പണികളൊക്കെ ഞാൻ നോക്കും. എങ്കി ഇതിനെ ജനിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ വേണ്ട, ഇങ്ങ് തന്നെ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് പരീക്ഷണം നടത്തിയാലൊന്നും ആ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. അതിന് ജനിക്കാൻ യോഗമുണ്ടോ അത് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കും. എന്നെ കൊന്നിട്ടായാലും ഞാൻ ഇതിനെ കൊന്നിരിക്കും. ഇനി മേലിൽ നിന്റെ വായിന്ന് ഇങ്ങനൊരു വർത്താനം വന്നോണ്ടല്ലോ. എടി, അഹങ്കാരവും വിവരമില്ലായ്മയാണ് നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം. നീ ഇപ്പൊ അഹങ്കാരത്തോടെ കൊല്ലാൻ നടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ചിലപ്പോ ഇതായിരിക്കും എടി നിന്റെ അവസാന സമയത്ത് നിനക്കിത്തിരി വെള്ളം തരാനുണ്ടാവുക. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മാലാഖമാരാ. ഈശ്വരന്റെ അനുഗ്രഹം ആവോളം കിട്ടിയിരിക്കുന്നവര്. അവര് ജീവിക്കും. നിന്റെ മുന്നിൽ നിനക്ക് ചോദ്യചിഹ്നമായിട്ട് തന്നെ ജീവിക്കും. അപ്പൊ നിന്റെ അവസ്ഥ എന്താന്ന് അറിയണ്ടേ? നീ കൊല്ലാൻ നോക്കിയ കുഞ്ഞിനെ നോക്കി ജീവിതകാലം മുഴുവൻ കരഞ്ഞ് ജീവിക്കേണ്ടി വരും. ശാരദാമേ, ശാരദാമേ. കുറുപ്പ് സാറാ, കൊണ്ടുകളയടേ. എന്താ സാറേ? കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ ശാലിനിക്ക് പരുത്തിക്കുന്ന കോളനിയിൽ വെച്ച് വെടിയേറ്റു. ആ മാണിക്കോത്ത് മഹേന്ദ്രന്റെ മകൻ ശിവനുമായിട്ട് കോളനി ഒഴിപ്പിക്കുന്നതിന്റെ പേരിൽ വാക്കുതർക്കമായി. അതിനിടയില് മറഞ്ഞു നിന്നാരോ വെടിവെച്ചെന്നാ കേട്ടത്.